കേരളത്തിൽ വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു മാളാണ്, പ്രത്യേകതയുള്ള മാളാണ്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ പ്രത്യേകതയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, തൃശ്ശൂരാണ് നിൽക്കുന്നത്. ഞാനിപ്പം ശോഭ സിറ്റിക്കുള്ളിലാണ് കേട്ടോ. കേരളത്തിൽ ഇവിടെ അല്ലാതെ വേറെ എവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ശോഭ സിറ്റിക്കുള്ളിൽ ലക്ഷറി പിന്നെ വില്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അടിപൊളി ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ വലിയൊരു മാളുണ്ട്. മാള് കേരളത്തിൽ വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു മാളാണ്, പ്രത്യേകതയുള്ള മാളാണ്. ഞാൻ മാളിലോട്ടാണ് പോകുന്നത്. മാളിലെ കാഴ്ച കാണിക്കാം. മെയിൻ റോഡിൽ നിന്ന് മാളിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 100-150 മീറ്റർ നടക്കാനുണ്ട്. അത് നടക്കുന്ന വഴിയല്ല, നല്ല അടിപൊളി തണലും നടപ്പാതയും ഒക്കെ ഉള്ള ഒരു വൈബ് സ്ഥലമാണ് കേട്ടോ ഈ ശോഭ സിറ്റി. ഞാനിവിടെ ഒരുപാട് തവണ ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഫ്ലാറ്റിലൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാനും വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, ഒഴിഞ്ഞൊരു പ്രദേശമാണ്, ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. ഇതൊരു ശോഭ സിറ്റിയാണ് കേട്ടോ. ഇവർ വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്, ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഇവിടുത്തെ മാളിലെ കാഴ്ച കാണാം. ഈ മാളെന്ന് പറയുന്നത് സാധാരണ കേരളത്തിൽ വേറെ എവിടെയും അങ്ങനെ ഒരു മാളില്ല. ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. അത് സാധാരണ ഒരു മാളാണ്, പക്ഷെ മാളിലൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇടത് സൈഡ് ഇങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും പ്രവേശനമില്ല. ഇത് അപ്പാർട്ട്മെൻറ്റും പിന്നെ ലക്ഷറി വില്ലാസ് വീടുകളുണ്ട് കേട്ടോ, ആഡംബര വില്ലകൾ. ഞാനവിടെ ഓർഡർ കൊടുക്കാൻ പോയിട്ടുണ്ട്. ക്ലബ് ഹൗസ്, മലാച്ചി, ഇതൊക്കെ ടവറിൻ്റെ പേരാണ് കേട്ടോ. ഫ്ലാറ്റിൻ്റെ ഇടത് സൈഡ് മാളിലേക്ക് പോകുന്ന നേരെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് അടിപൊളി വില്ലകളുണ്ട് കേട്ടോ. ഇവിടെ വേറെ എന്തൊക്കെ പരിപാടികൾ, ഫ്ലാറ്റുകളും ഇവിടെ മൊത്തം ഇത് ഇവരെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതൊക്കെ പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ വേറെ ഒരുപാട് വർക്ക് നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ബൈക്ക് പാർക്ക് ചെയ്യുന്നത് നേരെയാണ് കേട്ടോ. ഇതാണ് ശോഭ സിറ്റി മാൾ. വലിയ മാളാണ്, വലിയ ജോയാലിക്കസ് സ്കൈ ഗാർഡൻ, അതൊക്കെ എന്തിനാണ് എന്തോ. അവിടെ ലൈഫ് സ്റ്റൈൽ വില്ലാസ് ഉണ്ട്, അവിടെയൊക്കെ ഒരുപാട് ലക്ഷറി വില്ലാസാണ്. ഇതാണ് മാളിൻ്റെ ഫ്രണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ. ഇത്രയും സൈലൻ്റ് ആയിട്ടൊരു സ്ഥലം മാള് വേറെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് ഒഴിഞ്ഞ പ്രദേശമാണ്, വാഹനങ്ങളൊന്നും വേറെ ഇല്ല. ഇവിടെ വരുന്ന വാഹനങ്ങൾ മാത്രമായിരിക്കും ഇങ്ങോട്ടൊക്കെ വരുന്നത്. മറ്റൊക്കെ മെയിൻ റോഡിൻ്റെ ഫ്രണ്ടിലായിരിക്കും അല്ലേ സാധാരണ മാളൊക്കെ. ഭയങ്കര ബഹളമായിരിക്കും. ഇവിടെ ബഹളം എന്ന് പറയുന്നതില്ല, ഫുള്ള് സൈലൻ്റ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലക്ഷറി അപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഒരുപാടുണ്ട് വീടുകൾ. അതൊക്കെ ഫുള്ള് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. എന്നാൽ സിറ്റിയിലാണ്. സോ മാളും ഒക്കെ തൊട്ടടുത്താണ് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് പോകും. ഇവിടെയൊക്കെ തന്നെ ഇരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മാളായി മാറി കേട്ടോ ഈ ശോഭ സിറ്റി മാള്. മറ്റുള്ളിടത്തെ പോലെയല്ല, വെരി സൈലൻ്റ് ആയിട്ടുള്ള മാളെ. ഒരുപാട് ഫോട്ടോ എടുക്കാനും ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഇരിക്കാനും തന്നെ എന്താ രസം നോക്കി. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, നമുക്ക് അകത്ത് കയറിയിട്ട് കാണാമേ. അങ്ങനെ മെയിൻ ഗേറ്റിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ മാളാണ് ശോഭ സിറ്റി മാൾ. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ് കേട്ടോ ഇന്ന്. പക്ഷെ മാളിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഒരു വീക്ക് ഡേ ആണ്, അതിൻ്റെ തിരക്കേ ഉള്ളൂ. കണ്ടോ, വലിയ മാളാണ്. നമ്മൾ പറഞ്ഞ പ്രത്യേകതയിലേക്ക് നമ്മൾ പോവുകയാണ്. മാളിലെ കാഴ്ച പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ല, മാള് എല്ലാ മാളുകളെ പോലെ തന്നെയാണ്. വീക്ക് ഡേ അവസ്ഥയായിട്ടും അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, ഉണ്ട് ഹൈപ്പർ മാർക്കറ്റ്, ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റാണ്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ പ്രത്യേകതയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് ആ പ്രത്യേകത. നമ്മൾ ആ കാഴ്ചയിലേക്ക് പോകാൻ പോവുകയാണ്. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ മറ്റൊരു മാളിനും ഇല്ലാത്ത പ്രത്യേകത. മാളിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു സ്ഥലമാണ്. ഇത് ഒരു മാൻമെയ്ഡ് പോണ്ട് കുളമാണ് കേട്ടോ.
നമ്മളിപ്പം വൈകുന്നേരം നമ്മളിപ്പോൾ ഒരു 2:30-3 മണി സമയത്താണ്, അതാണ് വെച്ച് വെയിൽ. കുറച്ചും കൂടെ ആയപ്പം സൂര്യൻ അവിടെ താഴും. അപ്പോഴും ഇവിടെ വേറെ വൈബാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്, കുറേ കോഫി ഷോപ്പുകളുണ്ട്. നിങ്ങളിത് നോക്കേ, ഇതിൽ വേറെ പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞ ലക്ഷറി വീടുകളില്ലേ, ആ വീടുകളാണ് ഇതാണ്ട. അതുകൊണ്ട് ഇവിടെ എല്ലാം കാണുന്ന വീടുകളാണ്. എന്നോ സൈലൻ്റായിട്ട് സ്ഥലം. ഫ്രണ്ടിൽ ലേക്ക് വ്യൂ എന്നൊക്കെ പറയുന്ന വാട്ടർ വ്യൂ ഉള്ള വീടുകളാണ് അതെല്ലാം. അതിൻ്റെ ബാക്കിൽ ലക്ഷറി ഫ്ലാറ്റുകളാണ് കേട്ടോ. ഫ്ലാറ്റുകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം തുണികളും ഉണക്കായിട്ടേക്കാണ് ഫ്ലാറ്റിൻ്റെ വെളിയിൽ. അത് ശരിയായിരുന്നു. ഓഹോ, ഇവിടെ നിന്നൊക്കെ കോഫി കുടിക്കാം, വൈകുന്നേരം കോഫി കുടിക്കാം, വേറെ ലെവലാണ് കേട്ടോ. അവിടെയും ഈ ഫ്ലാറ്റ് നമ്മൾ മാളിൽ കയറുക, നേരെ ഇറങ്ങി വരുന്നത് വേറൊരു വൈബ് സ്ഥലം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കുന്നേ. അങ്ങോട്ട് നോക്കേ, ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് കാണിക്കാം, അന്നേരം കൂടുതൽ രസമായിരിക്കും. ഇവിടെ കുറച്ച് 2-3 കടകളുണ്ട്. നമുക്ക് കോഫി കാര്യങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് ഈ വാട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കാണാം. ഇപ്പോൾ ഈ മഴയത്താണ് ഇത്രയും വെള്ളം കയറിയത് കേട്ടോ. മുമ്പ് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു, കുറച്ചും കൂടെ കുറവായിരുന്നു. മാക്സിമം ഇത്ര വെള്ളം കയറും. ഇതിൻ്റെ മേളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതുവഴി വാട്ടർ ഔട്ടുണ്ട്, വെളിയിലോട്ട് പോകും. ഈ ഷോപ്പൊക്കെ തുറക്കും വൈകുന്നേരം, അപ്പം ഈ ഷോപ്പുകളെല്ലാം തുറക്കും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കുക അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്, സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. അവിടെ അപ്പം പണി നടക്കുന്ന കുറച്ച് വേളകൾ, അല്ലെങ്കിൽ ഫുള്ള് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കുറച്ച് ഭാഗം കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതൊക്കെ അവർ വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ഫീൽ ഉണ്ട്. വെയിലത്ത് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമില്ല കേട്ടോ, വൈകുന്നേരം വരണം, അല്ലെങ്കിൽ രാവിലെ വരണം. രാവിലെ ആ ഷോപ്പൊക്കെ തുറക്കുമെന്ന് അറിയത്തില്ല. നോക്കേ, വൈകുന്നേരം അപ്പോൾ അടിപൊളിയാണ്. കുറച്ചും കൂടി ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കേട്ടോ. ഓർഡർ എടുക്കാൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ.